ജനവാസ മേഖലയിൽ ഇറങ്ങുന്ന വന്യമൃഗം മനുഷ്യരെ ആക്രമിച്ചാൽ കൊല്ലാൻ ഉത്തരവിടുന്ന ബില്ല് ഉൾപ്പെടെയാണ് പരിഗണിക്കുന്നത്. ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ടാണ് ഈ ഒരു കേരളം മാത്രമാണ് ഇത്തരത്തിലൊരു ഭേദഗതി കൊണ്ടുവരുന്നത്. അതിന്റെ വിശദാംശങ്ങൾ കൂടി. ഇന്നിപ്പോൾ നിയമസഭയെ സംബന്ധിച്ചുകൊണ്ട് സുപ്രധാനമായിട്ടുള്ള വനംവകുപ്പുമായി ബന്ധപ്പെട്ടുള്ള 2 ബില്ലുകളാണ് സഭയുടെ പരിഗണനയ്ക്ക് വരുന്നത്. കഴിഞ്ഞ ശനിയാഴ്ച ചേർന്ന പ്രത്യേക മന്ത്രിസഭായോഗം ചേർന്നുകൊണ്ട് വനനിയമ ഭേദഗതി ബില്ലിനും അതുപോലെ വന്യജീവി ഭേദഗതി ബില്ലിനും മന്ത്രിസഭായോഗം അംഗീകാരം കൊടുത്തിരുന്നു. ഈ ബില്ലാണ് ഇന്നിപ്പോൾ നിയമസഭയുടെ പരിഗണനയ്ക്ക് വരുന്നത്. സഭാ നടപടികൾ തുടങ്ങിയിട്ടുണ്ട്. ചോദ്യോത്തരവേളയ്ക്ക് ശേഷം റൂൾ 50 ഒക്കെ കഴിഞ്ഞതിന് ശേഷമായിരിക്കും വന്യജീവി ഭേദഗതി ബില്ലും വന ഭേദഗതി ബില്ലും സഭയുടെ പരിഗണനയിലേക്ക് വരിക. ഈ സഭ പാസ്സാക്കിയത് സബ്ജക്ട് കമ്മിറ്റിക്ക് വിടും. ഇതിനകത്ത് വനഭേദഗതി ബില്ല് എന്ന് പറയുന്നത് പട്ടയ ഭൂമിയിലുള്ള ചന്ദനമരങ്ങൾ, സ്വകാര്യ ഭൂമിയിലുള്ള ചന്ദനമരങ്ങൾ വനംവകുപ്പിന്റെ അനുമതിയോടുകൂടി വിറ്റ് ഉടമകൾക്ക് കാശ് നൽകുന്ന ഒരു ഭേദഗതിയാണ് വന നിയമ ഭേദഗതി ബിൽ. അത് കഴിഞ്ഞ കുറേ കാലമായിട്ട് സ്വകാര്യ ഭൂമിയിലുള്ള ആളുകൾ ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ആ കാര്യമടക്കം സഭയുടെ പരിഗണനയ്ക്ക് വരുന്നത് അതിന്നിപ്പോൾ ബില്ല് സഭയിൽ അവതരിപ്പിക്കും. അതിനുശേഷം സബ്ജക്ട് കമ്മിറ്റിക്ക് വിടും. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് വന്യജീവി ഭേദഗതി ബില്ലാണ്. വന്യജീവി ഭേദഗതി ബില്ല് എന്ന് പറയുന്നത് ജനവാസ മേഖലയിലേക്കും കൃഷിയിടങ്ങളിലേക്കും ഇറങ്ങുന്ന അക്രമകാരികളായിട്ടുള്ള വന്യമൃഗങ്ങളെ വെടിവെച്ച് കൊല്ലുന്നതിനുള്ള ഉത്തരവാണ്. ജില്ലാ കളക്ടറിന്റെ അനുമതിയോടുകൂടി ചീഫ് വൈൽഡ് ലൈഫ് വാർഡന് ഈ വന്യമൃഗങ്ങളെ വെടിവെച്ച് കൊല്ലാൻ അനുമതി നൽകുന്ന ബില്ലിനാണ് ഇന്നിപ്പോൾ നിയമസഭ അംഗീകാരം നൽകുക. നിയമസഭയിൽ ഈ ബില്ല് അവതരിപ്പിച്ചതിന് ശേഷം സബ്ജക്ട് കമ്മിറ്റിക്ക് വിടും. സബ്ജക്ട് കമ്മിറ്റിക്ക് വിട്ടാൽ തന്നെ ഈ ബില്ല് നിയമമാകണമെന്നില്ല. കാരണം ഈ നിയമസഭ പാസാക്കിയ ബില്ലിൽ ഗവർണർ ഒപ്പിടണം. പിന്നീട് വേറൊരു കാര്യമുണ്ട്, 1972 കേന്ദ്ര വന്യജീവി ഭേദഗതി നിയമമുണ്ട്. ആ കേന്ദ്ര നിയമം ഉള്ളതുകൊണ്ട് തന്നെ ഇപ്പോൾ സംസ്ഥാനം ഒരു നിയമം പാസാക്കിയാലും അത് കേന്ദ്ര നിയമത്തെ മറികടക്കുമെന്നുള്ള ചോദ്യമുണ്ട്. അങ്ങനെ മറികടക്കണമെങ്കിൽ അതിനകത്ത് രാഷ്ട്രപതി കൂടി ഒപ്പുവെക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ കുറേ നൂലാമാലകൾ കൂടിയുണ്ട്. എന്തായാലും ഇത് സംസ്ഥാന സർക്കാർ ഈ വന്യമൃഗങ്ങളെ നാട്ടിലിറങ്ങുന്ന അക്രമകാരികളായിട്ടുള്ള വന്യമൃഗങ്ങളെ വെടിവെച്ച് കൊല്ലാനായിട്ട് ചീഫ് വൈൽഡ് ലൈഫ് വാർഡന് അധികാരം നൽകുന്ന ബില്ലാണ് നിയമസഭയിൽ അവതരിപ്പിക്കുന്നത്. ഇത് രാജ്യത്ത് തന്നെ ഒരു സംസ്ഥാനം ഇത്തരത്തിൽ സംസ്ഥാന നിയമസഭ അത് പാസ്സാക്കുന്നത് ആദ്യമായിട്ട് കൂടിയാണ് എന്നുള്ള ഒരു പ്രത്യേകത കൂടിയുണ്ട്. കഴിഞ്ഞ കുറേ കാലമായി മലയോര മേഖലകളിൽ താമസിക്കുന്ന കർഷകരും മറ്റ് ആളുകളും ഒക്കെ ആവശ്യപ്പെടുന്ന ഒരു പ്രധാന പ്രശ്നം ഈ വന്യമൃഗങ്ങൾ, ഈ നാട്ടിലിറങ്ങുന്ന കാട്ടുപന്നിയും കാട്ടുപോത്ത് അടക്കമുള്ള വന്യമൃഗങ്ങളെ വെടിവെച്ച് കൊല്ലാനുള്ള അനുവാദം അവിടുത്തെ പഞ്ചായത്ത് അധികൃതർക്ക് നൽകണമെന്നുള്ള ആവശ്യം അവർ ഉന്നയിക്കുന്നത്. അപ്പോൾ അത് ചീഫ് വൈൽഡ് ലൈഫ് വാർഡന് അനുമതി കൊടുക്കാൻ കഴിയുന്ന അത്തരത്തിലേക്ക് ഒരു നിയമം പരിഷ്കരിക്കുന്ന ഒരു കാര്യമാണ് സംസ്ഥാന സർക്കാർ ചെയ്യുന്നത്. അത് എന്തായാലും കേന്ദ്ര നിയമത്തെ മറികടക്കുന്നതാണ്. പക്ഷേ അത് എത്ര കണ്ട് പ്രായോഗികമാകുമെന്നൊന്നും നമുക്കറിയില്ല. എന്തായാലും ഇത് നിയമസഭ ഇന്ന് പാസ്സാക്കുകയാണ്. അതിനുശേഷം നിയമസഭ പാസ്സാക്കി സബ്ജക്ട് കമ്മിറ്റിക്ക് വിടുകയും ചെയ്യും. ശരി ഷിജോ.